ശരിയാണ്. ഇന്ത്യ രാജ്യത്തെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞപ്പോഴും ഇന്ത്യ എണ്ണവില കൂടാതെ കൂട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു കാര്യം താങ്കൾക്ക് അറിവില്ലാത്തതാണോ? 2014 മുമ്പ് എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്തെ എണ്ണയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത്? ആരുടെയും ഔദാര്യമൊന്നുമല്ല, സബ്സിഡി കൊടുത്തിട്ടൊന്നുമല്ല. ഓയിൽ പൂൾ ഡിഫിഷ്യൻസി പരിഹരിക്കാൻ ഈ UPA സർക്കാർ ചെയ്തത് 1,34,000 കോടി രൂപയുടെ കടപ്പത്രം 8.4% പലിശ നിരക്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തു. താങ്കൾക്കറിയുമോ? അത് BJP ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. 3,28,000 കോടി രൂപയാണ് മുതലും പലിശയും ചേർത്ത് തിരിച്ചെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. ആ കടബാധ്യത ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനില്ല. അതൊന്നും ഇതിനുള്ള ന്യായീകരണമല്ല. ഇനി താങ്കൾ പറയുന്ന മാതിരിയിൽ എണ്ണവില വർധനവാണ് കാരണമെങ്കിൽ എണ്ണവില വർധനവിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയമാണോ? അത് ഇറാൻ അമേരിക്ക യുദ്ധമല്ലേ? അതിൻ്റെ ഫലമായിട്ടല്ലേ ഉണ്ടായത്? ഇനി ഇവിടെ കോൺഗ്രസ്സുകാർ പറയേണ്ട ഉത്തരം, ഇവരുടെ പ്രകടന പത്രികയിൽ ഒരു വാചകം ഉദ്ധരിച്ചിരുന്നെങ്കിൽ നമുക്കാർക്കും ഒരു പരാതിയുമില്ല. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി പഠിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം. പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ സാമ്പത്തിക നിലയെക്കുറിച്ച് വിവരമില്ല, അറിവില്ല എന്ന് വസന്ത് സിറിയക്ക് സമ്മതിച്ചാൽ ഞാൻ സമ്മതിച്ചു. ഈ നാട്ടിലെ ഏതൊരു പച്ച കുട്ടിക്കും അറിയില്ലേ ഹാഷ്മി കേരളത്തിലെ സാമ്പത്തിക നില കടക്കടിയിലാണ് എന്ന്? അതുണ്ടാക്കിയത് ഇവർക്കും പങ്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന മാസം 15-ാം തീയതി ഞങ്ങൾ ബസ്സിൽ സൗജന്യമാക്കും, കയറിയ ഉടനെ ഞങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വാഗ്ദാനം നൽകിയതിൻ്റെ കോളം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ ഭരണരംഗത്തിരിക്കുന്നവർ സംസാരിക്കാൻ പറ്റില്ല. കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ ഇതിൽ വ്യക്തമായിട്ടുണ്ട്. 2 രൂപ സെസ് പിണറായി വിജയൻ്റെ കാലത്തിലെ കൊള്ള എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. താങ്കൾ നടത്തിയ കൊള്ള ഇവരോട് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിൽ അയുക്തിയൊന്നുമില്ലെങ്കിലും ധാർമ്മികതയുണ്ടോ എന്ന് താങ്കൾ കൂടി ചിന്തിക്കുക. അതുകൊണ്ട് ഹാഷ്മി, വാക്ക് പാലിക്കാൻ ഇവർ തയ്യാറാകണമെന്നുള്ളതാണ് BJP യുടെ ഇതിനുള്ള മറുപടി.